ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അരങ്ങേറ്റം പാർട്ട് 3 വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന് കനീൻ്റെ മേക്കപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. കനിയെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കാര്യമായിട്ട് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കഞ്ഞിയുടെ ഫസ്റ്റ് റൗണ്ട് മേക്കപ്പ് ഇപ്പോൾ കഴിയാറായിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ജിയാണ്. ജി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ അപ്പോൾ എൻ്റെത് ആവണില്ലല്ലോ പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പോൾ ജിയേൻ്റെതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മുഖത്ത് കഴിഞ്ഞ് പിന്നെ കയ്യിലും ഫൗണ്ടേഷനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ ഒരു 4-4:30 ആയിട്ടുണ്ട്. അപ്പോൾ കനിക്ക് വിശക്കുണ്ട് പറഞ്ഞിട്ട് കനി ബിസ്ക്കറ്റൊക്കെ കഴിക്കുകയാണ്. എല്ലാ അമ്മമാരും പിള്ളേരൊക്കെ എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് ടെൻഷനുണ്ട്, എല്ലാവർക്കും ടെൻഷനൊക്കെ ഉണ്ട്. എന്ത് രസമായിട്ടല്ലേ കണ്ണെഴുതുന്നത്. ശരിക്കും നമ്മളിങ്ങനെ നോക്കി നിൽക്കും, ഇത്ര നേരം പോകണത് അറിയില്ല, അങ്ങനെ നിന്ന് പോകും മേക്കപ്പ് ചെയ്യുന്നത് കാണുമ്പോൾ. കണ്ണെഴുതി കഴിയുമ്പോൾ പിന്നെ ആളങ്ങോട്ട് വേറെ ആവും, മനസ്സിലാവില്ല നമുക്ക് പിള്ളേരെ തന്നെ എത്ര ഭംഗിയിലാവും. ശരിക്കും ഈ മാഷ്മാരൊക്കെ അസാധ്യ കഴിവുള്ള ആൾക്കാരാണ് കേട്ടോ. ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര പിള്ളേരൊക്കെ ഇങ്ങനെ ഇത്ര ഭംഗിയായിട്ട് ഒരുക്കി വരണമെങ്കിൽ അത് പറയാൻ വാക്കുകളില്ല, അവർക്ക് എത്ര നന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ചെക്കുട്ടിക്ക് അവളെ അച്ഛൻ വളയിട്ട് കൊടുക്കുകയാണ് മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട്. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിന് കനിമോൾ എത്തിയപ്പോഴേക്കും കനിമോളുടെ മുടിയൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. വീണ്ടും അവരെ കെട്ടിക്കൊടുക്കുക കേട്ടോ മുടി. വീണ്ടും പിൻ ചെയ്ത് ഒരു നെറ്റൊക്കെ ഇട്ട് അത്രയും സെക്യൂർ ആക്കി. എന്നിട്ട് പിന്നെ അടുത്ത റൗണ്ടിന് വേണ്ടി കനി വീണ്ടും വെയിറ്റ് ചെയ്യണം. എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീച്ചറെ മോളാണ്, ടീച്ചർ അമ്മയും. അപ്പോൾ രണ്ടുപേരും ഞാൻ കണ്ടപ്പോൾ നിർത്തി 2 ഫോട്ടോസൊക്കെ എടുത്തതാണ്. കുറേ പേരെല്ലാവരും മേക്കപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലെത്തിയിട്ടുണ്ട്. കുറേ പേരത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചെറിയ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ഇനി കഴിയാൻ വേണ്ടി. ഇവർ ഒരു 5-6 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലായിടത്തും കഴിഞ്ഞിട്ടുണ്ട്. അമ്മമാരെല്ലാം സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരികളായിട്ട് റെഡിയായി നിൽക്കുകയാണ്. പൊടിൻ്റെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി കനി കാത്തിരിക്കുകയാണ്. അങ്ങനെ കനീൻ്റെ മേക്കപ്പ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. കനിയുടെ ഐ മേക്കപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഒന്നും പറയാനില്ല കേട്ടോ. എന്ത് ഭംഗിയിലാണല്ലേ നമ്മളെ മക്കൾ അവർ ഒരുക്കി തരണത്. അത്ര നന്നായിട്ടുണ്ട്. അന്നത്തെ ഈ തിരക്കിലും ബഹളത്തിലും ഈ ടെൻഷനിലൊന്നും മാഷന്മാരോടും ആരോടും എത്ര ഭംഗിയായിന്നോ ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. ഞാൻ കണ്ണെഴുതി കൊടുക്കുമ്പോഴേ എപ്പോഴും
തല്ലൂടല ഞാനും അവളും കൂടെ. കണ്ണിൻ്റെ അകത്ത് എഴുതാൻ തീരെ സമ്മതിക്കില്ല. എപ്പോഴും പറയും കണ്ണിൻ്റെ അകത്ത് എഴുതേണ്ട അമ്മച്ചി, എനിക്ക് പുറത്ത് മാത്രം എഴുതാൻ തന്നാൽ മതി എന്ന് പറയും. ഇപ്പം നോക്ക് നല്ല അടിപൊളിയായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. പിന്നെ അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര ഭംഗിയിൽ കണ്ണെഴുതി കൊടുക്കാൻ നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഐ മേക്കപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അടുത്തത് പൊട്ട് വെക്കല കേട്ടോ. പൊട്ട് കുത്തലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. മേക്കപ്പ് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഫൈനൽ ഫിനിഷിങ്ങിലാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ അവർ നോക്കി ഫിനിഷ് ചെയ്തിട്ടാണ് അടുത്ത റൗണ്ടിലേക്ക് ആ കുട്ടികളെ പറഞ്ഞയക്കുന്നത്. വീണ്ടും കനിയുടെ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കുക കേട്ടോ. അത് കഴിഞ്ഞ് അവർക്ക് തല സെറ്റൊക്കെ വെച്ച് കൊടുക്കുകയാണ്. ആ നെറ്റിച്ചുട്ടിയും തലസെറ്റും ഓർണമെൻറ്റ്സും ഒക്കെ വരുമ്പോൾ തന്നെ ആളങ്ങോട്ട് ചേഞ്ച് ആവുകയാണ്. എന്ത് ഭംഗിയാണ് കാണാൻ. സത്യത്തിൽ നമുക്ക് സന്തോഷം വന്നിട്ട് അത്രയും നമ്മൾ ആഗ്രഹിച്ച് അങ്ങനെ കാണാൻ കൊതിച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ നടന്ന് കാണുമ്പോൾ എത്ര സന്തോഷമുണ്ടെന്ന് നമുക്കിപ്പോൾ ഇങ്ങനെ വാക്കുകളിലൊന്നും പറയാൻ പറ്റില്ല. മുന്നേ നമ്മൾ ഡാൻസേഴ്സിനൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും എന്ത് ഭംഗിയല്ലേ ഇവരെ കാണാമെന്ന്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഇത്രയും എഫേർട്ട് ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴല്ല നമുക്ക് മനസ്സിലാവണം. നമ്മളതിനു വേണ്ടി നിൽക്കുമ്പോൾ മനസ്സിലാവണം. ശരിക്കും ചെറിയ കുട്ടികളാവുമ്പം അത് ഭയങ്കര കൂടുതലാണ്. നമുക്ക് പലപ്പോഴും നമുക്ക് പാവം തോന്നും. ഇപ്പോൾ മോളൊക്കെയെന്ന് പറഞ്ഞാൽ അത്ര ആ തലയിൽ, ആ കുഞ്ഞു തലയിൽ അത്ര അധികം പിന്നുകളുണ്ട്. അവളെ മുടി ഒന്നാമത് അത്രയും സിൽക്കി ആയതുകൊണ്ട് അത്ര അധികം പിന്ന് വെച്ചിട്ടാണ് അത് സെക്യൂർ ചെയ്തിട്ടുള്ളത്. കമ്മലിടുമ്പോൾ ആൾക്ക് കുറച്ച് വേദന ഉണ്ട്, പക്ഷെ അതൊന്നും ആൾ കാണിക്കണില്ല. എന്നോട് പിന്നീട് പറഞ്ഞിരുന്നു. അരങ്ങേറ്റം ആയതുകൊണ്ട് എന്തായാലും കാത് കുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ അടുത്താണ് കാത് കുത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ആൾക്ക് അങ്ങനെ കാതങ്ങോട്ട് അത്ര തന്നെ ഉണക്കം വന്നിട്ടില്ല. അപ്പം അതിൻ്റെ പെയിനൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ആൾക്ക് അതിലും കൂടുതലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അരങ്ങേറ്റം അല്ലേ, അപ്പോൾ അവൾക്ക് അതിൻ്റെ ഒരു 5 വയസ്സിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒന്നും അല്ല, അതിലും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അവൾക്ക്. വീണ്ടും മാഷ് ചരടൊക്കെ വെച്ച് നെറ്റൊക്കെ ഇട്ട് വീണ്ടും അത് മുടിയൊക്കെ ഒന്നുകൂടെ സെക്യൂർ ചെയ്യാൻ കേട്ടോ. അങ്ങനെ കന്യയുടെ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഡ്രസ്സ് മാറാൻ വേണ്ടി മാത്രമാണുള്ളത്. കനി ഡ്രസ്സ് മാറുന്ന സമയം കൊണ്ട് തന്നെ ജിയുടെ മേക്കപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. കനിമോളുടെ മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ കനി വളക്കെട്ട് റെഡിയായി നിൽക്കുകയാണ്.
നല്ല ടെൻഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആൾക്ക്. ലാസ്റ്റ് സ്റ്റെപ്പായി ആൾത്തായിട്ട് എടുക്കുക കേട്ടോ എല്ലാവർക്കും ഇപ്പം കയ്യിലും കാലിലൊക്കെ. കോസ്റ്റ്യൂമും മേക്കപ്പും എല്ലാം ഇഷ്ടമായോ എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ, എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. ആദ്യമായിട്ട് ചിലങ്ക കിട്ടണോണ്ട് ചിലപ്പം കാലിൽ പൊട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ബണ്ണ് മേടിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ മേലെയാണ് ഇനി നമ്മൾ ചിലങ്ക കെട്ടിക്കൊടുക്കുക. ഇപ്പോഴാണ് കേട്ടോ സത്യത്തിൽ അവളെ തന്നെ കാണുന്നത്. അപ്പോൾ നമ്മളതിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ജിയൻ്റെ മേക്കപ്പ് അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയി. ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് വെക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു വന്നപ്പോഴേക്കും ജിയൻ്റെ മേക്കപ്പ് കഴിയാറായിട്ടുണ്ട്. ജിയ ആണെങ്കിൽ കാത് വേദനിച്ചിട്ട് കമ്മലിടുമ്പോൾ കാത് വേദനിച്ച് ആകെ സങ്കടമായിട്ടിരിക്കുകയാണ്. എല്ലാവരും മേക്കപ്പ് ചെയ്ത സാറുമാർക്ക് ദക്ഷിണ കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ശരിക്കും ഈ സ്ക്രീൻ കാണാൻ എന്ത് ഭംഗിയുണ്ടില്ലേ. എല്ലാവരും നല്ല ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ദക്ഷിണൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ജിയയായിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയി. ജിയയുടെ ഫോട്ടോ എടുക്കാൻ അധികം സമയമൊന്നും കിട്ടിയില്ല, കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.